അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് അരിപ്പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അളവ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് 1 ഗ്ലാസ് അരിപ്പൊടി നമ്മൾ എടുത്താൽ മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവകളും ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ റവയാണ്. ഈ റവയും വറുത്ത റവയാണ്. റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് പുറമേ നല്ല മൊരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റവ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതിന് പകരം നമ്മൾ 1/4 കപ്പും കൂടെ കൂട്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തൈരാണ്. ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്, നോർമൽ ആയിട്ടുള്ളൊരു പുളിയേ ഉള്ളൂ. അപ്പോൾ 250 ml ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് തൈരും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടകൾ വരാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്യാസ് അടുപ്പിൽ ഞാൻ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ തീ അങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ തവി വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ മാവ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടണം. കൈവിടാതെ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അങ്ങ് അടി പിടിക്കുന്നതാണ്. ആ വെള്ളം പോലെയുള്ളതിൽ നിന്ന് മാറിയിട്ട് നന്നായിട്ട് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വടക്കുള്ള മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടണം. നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ചൂടേ ആവാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ ചൂട് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് നമ്മൾ മാവ് തണുക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യേണ്ട. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില ഇതുപോലെ അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ചെറിയൊരു ചൂടുണ്ട് ഇത് കുഴയ്ക്കുന്ന സമയത്ത്. അപ്പോൾ മാവ് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് നമുക്കൊരു 5-10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരുപാട് നേരമൊന്നും വെക്കണ്ട. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ വടയുടെ ഷേപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഇതുപോലെ തൂത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്ത് വെക്കുക. ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൈ ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. ഒരുപാട് വെള്ളം കയ്യിൽ കാണരുത്, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഉള്ളംകൈയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കാം. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഈ ഒരു വടയുടെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഓരോ തവണ നമ്മൾ മാവ് എടുക്കുമ്പോഴും കൈ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഉരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഞാനിപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ മാവെല്ലാം തന്നെ ഞാൻ വടയുടെ ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുകയാണ്. ഒരുപാട് അങ്ങ് തിളച്ച് കിടക്കുന്ന ഓയിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കരുത്. കാരണം അതങ്ങ് പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് കിട്ടും, പക്ഷെ നമുക്ക് ഉള്ളു വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു മീഡിയം ചൂടുള്ള ഓയിലേക്ക് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒരുപാട് അങ്ങ് കൂട്ടിയും വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എങ്കിലേ നമുക്ക് ആ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്കിത് ഇവിടെ നിന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വടയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വട മുഴുവനും തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വടയെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വടയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഉഴുന്നുവടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. പക്ഷെ ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഈ ഒരു വടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേങ്ങയും മല്ലിയിലും വെച്ചിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.